السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين. اللهم صل على محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ആദരണീയരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ നമുക്കല്ലാഹു നമ്മുടെ നേതൃത്വത്തിൽ നമുക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാന്യനായ പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ മുമ്പ് ഏതാനും മിനിറ്റുകൾ മാത്രം സംസാരിക്കണമെന്ന് നമ്മുടെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം രണ്ട് കലിമത്തിൽ എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. വിശദമായി നമ്മോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ അനിഷേധ്യനായ അമരക്കാരിൽ ഒരാളായ ബഹുമാന്യനായ പേരോട് ഉസ്താദ് അവറുകൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് തടസ്സം വരുന്ന രൂപത്തിൽ എന്റെ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. രണ്ട് കലിമത്ത് മാത്രമേ പറയുന്നു. നാം ഇവിടെ ഇന്ന് എന്തിനു ഒരുമിച്ചുകൂടി എന്നത് കഴിഞ്ഞ 2 പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലായി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും വീറോടും വാശിയോടും ആവേശത്തോടും പ്രവർത്തന രംഗത്ത് ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയുള്ള കാരണങ്ങൾ അതാത് കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മാറി മാറി വരുന്ന വിധികളും അതുമൂലമുണ്ടാകുന്ന അപവാദങ്ങളും മറ്റെല്ലാ വിഷയങ്ങളും സൂചിപ്പിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹത്തായ പ്രസ്ഥാനം 7 പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിൽ നിലനിൽക്കുന്ന ആദർശ പ്രസ്ഥാനമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നമുക്ക് കിട്ടിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം 1921 വരെയും സംഘടനകളുടെ ആവശ്യമില്ലാതെ മഹല്ലുകളിലെ ഖാദിമാരുടെ നേതൃത്വത്തിനായി നിലനിന്നു പോന്നപ്പോ ഈ സമുദായത്തിന് വിള്ളലുണ്ടാക്കാൻ വേണ്ടി ഏതാനും വിവരം കുറഞ്ഞ ആളുകൾ ശ്രമിച്ചപ്പോൾ സമുദായത്തിൽ വിള്ളലുണ്ടാകാൻ അനുവദിക്കാതെ സമുദായത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. അതിന്റെ പ്രസ്ഥാന കാലം മുതൽ ഇക്കാലം വരെ അതിന് എതിർപ്പുകൾ വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈ സമൂഹത്തിൽ ഇല്ലാത്ത ആശയങ്ങൾ പ്രചരിപ്പിച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ച പുത്തൻ പ്രസ്ഥാനക്കാർ അതിനെതിരെ സമുദായത്തെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ഉലമാ സംഘം, ഉലമാ സഭയെ കള്ള രജിസ്ട്രേഷനിലൂടെ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മറ്റൊരു സംഘടന നമ്മുടെ ആലിമീങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വന്നതെങ്കിൽ, ഈ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം മുതൽ തന്നെ ഏതൊരു വിഭാഗത്തിന് എതിരെ ജനങ്ങളെ സജ്ജമാക്കാനാണോ ഈ സംഘം രൂപീകരിച്ചതെങ്കിൽ ആ വിഭാഗം അന്നു മുതൽ ഇന്ന് വരെയും ഇതിന്റെ പിന്നാലെ പോന്നിട്ടുണ്ട്. ഓരോ കാലങ്ങളിലും ഇതിന്റെ നേതാക്കന്മാരെ നിശബ്ദരാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ എപ്പോഴും അതിന്റെ മുശാവറ മെമ്പർ ഈ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരിക്കും. ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടും പ്രാഗൽഭ്യമുള്ള ആ ആലിമീങ്ങൾ. എന്നാൽ അവരിൽ ഏതാനും ആളുകളാണ് പൊതുജനങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എത്തിച്ചു കൊടുക്കാറ്. 40 മുശാവറ അംഗങ്ങളും ഒരുപോലെ പ്രസംഗിക്കുന്നവരാകണമെന്നില്ല. അതിലുള്ള നേതാക്കന്മാരിൽ ഏതാനും പ്രഗത്ഭരായ നേതാക്കന്മാരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആശയം നാളിതുവരെ ജനങ്ങളിലേക്ക് എത്തിച്ചു തന്നതെങ്കിൽ, ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിച്ചു തന്ന നേതാക്കന്മാരെ മുഴുവനും എക്കാലഘട്ടത്തിലും ശത്രുക്കൾ പ്രതിരോധിക്കാനും ആക്രമിക്കുവാനും തകർക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക സുവനീർ. ഈ സുവനീർ വായിച്ചാൽ നമുക്ക് ഇത്തരം ചരിത്രങ്ങൾ ബോധ്യമാകും. 1950 ഏപ്രിൽ മാസം 29, 30 തീയതികളിൽ 1950 ഏപ്രിൽ 29, 30 തീയതികളിൽ വളാഞ്ചേരിയിൽ പ്രസിഡന്റ് മൗലാന അബ്ദുൽ ബാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ എടുത്ത ഒരു തീരുമാനത്തിൽ ഇങ്ങനെ കാണുന്നു:
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അംഗങ്ങളുടെ മേൽ പൊതുവെയും ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ മുതലായവരുടെ പേരിൽ പ്രത്യേകിച്ചും പ്രസിദ്ധീകരണം വഴിക്കും മറ്റും സമസ്തയുടെ ശത്രുക്കൾ ചുമത്തിയിട്ടുള്ള അവാസ്തവ പ്രസ്താവങ്ങളെ ആക്ഷേപിക്കുകയും അവയ്ക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന എ.പി. ഉസ്താദ് മുശാവറയിലേക്ക് വരുന്നതിന്റെ 24 വർഷം മുമ്പ്, അഥവാ 1950-ലാണ് സമസ്ത ഈ തീരുമാനമെടുക്കുന്നത്. അന്ന് സമസ്തയിലെ എ.പി. ആണ് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. അന്ന് സമസ്തയുടെ താജുൽ ഉലമയാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. ഈ രണ്ട് മഹാന്മാരെയും സമൂഹത്തിൽ നിസ്സാരന്മാരാക്കാൻ ചില പ്രസിദ്ധീകരണങ്ങൾ, ക്ഷുദ്രകൃതികൾ, അവാസ്തവ പ്രസ്താവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും അതിൽ പൊതുജനങ്ങൾ വഞ്ചിതരാകരുതെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ തീരുമാനിച്ചു. എങ്കിലും അതിനുശേഷം വന്ന നേതാക്കന്മാരും അതിനു മുമ്പ് ഉണ്ടായ നേതാക്കന്മാർക്കും ഇതേ അവസ്ഥ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാങ്ങിൽ എ.പി. അഹമ്മദ് കുട്ടി മുസ്ലിയാരും അദ്ദേഹം സമസ്തയുടെ ആദ്യകാലത്തെ എ.പി. ആയിരുന്നു. അദ്ദേഹം തിരൂരങ്ങാടിയിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി 100 കണക്കിന് പോലീസുകാർ വന്ന ചരിത്രം തിരൂരങ്ങാടിക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് സംഗതി എന്നല്ലേ, ബഹുമാനപ്പെട്ട എ.പി. അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ്ങുകാരൻ തിരൂരങ്ങാടിയിൽ പ്രസംഗിക്കാൻ വരുന്നതിന്റെ അല്പം മുമ്പ് തിരൂരങ്ങാടിയിലെ മുഅ്മിനീങ്ങളോട് അവിടുത്തെ ചില വഹാബി മൗലവിമാർ ഒപ്പുവാങ്ങുകയുണ്ടായി. ഒപ്പുവാങ്ങുമ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ച രാവും മമ്പറത്തേക്ക് സലാത്തിന് പോകാൻ ഒരു റോഡ്, ആ പാലം ആവശ്യമാണ്. എന്നും തോണിയിൽ പോകാൻ ബുദ്ധിമുട്ടാണെന്നറിയാമല്ലോ. അതുകൊണ്ട് കലക്ടർക്കും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഈ പുഴയ്ക്ക് ഒരു പാലം കെട്ടണമെന്ന അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒപ്പിടണമെന്നാവശ്യപ്പെട്ടപ്പോ സലാത്തിന് എല്ലാ ആഴ്ചയും പോകുന്ന തിരൂരങ്ങാടിയിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ അത് വിചാരിച്ച് ഒപ്പിട്ട് കൊടുത്തു. വാസ്തവത്തിൽ ഒപ്പുവാങ്ങിയ ശേഷം അവിടുത്തെ മൗലവിമാർ അതിന്റെ തലവാചകം ഇവിടെ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ വാള് പറയാൻ വരുന്നു. അദ്ദേഹം സമുദായത്തിൽ ശിദ്രത ഉണ്ടാക്കുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം, താഴെ പേര് എഴുതി ഒപ്പിടുന്ന ആളുകൾ അപേക്ഷിക്കുന്നു എന്ന വാചകമാക്കി തലക്കെട്ട് മാറ്റി. അങ്ങനെയാണ് അവർ ഉദ്യോഗസ്ഥന്മാർക്ക് സമർപ്പിച്ചതും. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വന്നതും. ഇതൊക്കെ കേരളത്തിലെ പഴമക്കാർക്ക് അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതിലപ്പുറം പുതിയതായി യാതൊരു സംഗതിയും ഇവിടെ നടക്കുന്നില്ല. പക്ഷേ ഇതിപ്പോ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനെതിരെയുള്ള പ്രചരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇതുവരെയും ആയുസ് കൊടുത്തതുകൊണ്ട് പ്രചരണങ്ങൾ ഇങ്ങനെ നീളുന്നു എന്നല്ലാതെ അതിൽ യാതൊരു പുതുമയുമില്ല. പ്രചരണങ്ങൾ എത്ര കൂടിയാലും നിങ്ങളൊക്കെ ആത്മാർത്ഥമായും ശൈഖുന എ.പി. ഉസ്താദിന്റെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന താജുൽ ഉലമയ്ക്കും ശൈഖുന കാന്തപുരം ഉസ്താദിനും മറ്റെല്ലാ നേതാക്കന്മാർക്കും സിഹത്തോടെ, ഹിമ്മത്തോടെ, ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ തമ്പുരാനെ.